കൂട്ടുകാരെ, നമുക്കേ ഒരു തീയൽ വെച്ചാലോ? ഇത് നാരകത്തലയാണല്ലേ, നമ്മുടെ കറിനാരകത്തിൻ്റെ ചെറുനാരകത്തിൻ്റെ നല്ല മണമല്ലേ. അപ്പം ഇതുകൊണ്ട് നമുക്ക് തീയൽ വെക്കാം, രസം വെക്കാം, സംഭാരത്തിനകത്ത് ഇടാം, ചമ്മന്തി പൊടിക്കുന്നതിനകത്തൊക്കെ നമുക്ക് നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ വെച്ച് കൊച്ചുള്ളി അതും കൂടെ നമുക്കൊരു തീയൽ വെക്കാവുന്നു. അപ്പം അതിനായിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ച് തവ വെച്ചിട്ടുണ്ട്. തേങ്ങ വറുത്ത്, ലേശം മല്ലി, പിന്നെ വറ്റൽമുളക് നമുക്ക് വറക്കാം. അതിനകത്തോട്ടെ ഒരു ലേശം പിഴുപുളി അങ്ങ് ഇടുവാണ്. അപ്പോൾ നമുക്ക് പിഴുപുളി വെള്ളം എടുക്കണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തങ്ങ് വറുത്ത് അരച്ചെടുക്കാം. നല്ല നമ്മൾ ചമ്മന്തിപ്പൊടിക്ക് എങ്ങനെ പിഴുപുളി എടുത്തിട്ട് എടുക്കുമല്ലോ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയെല്ലാം മൂത്ത് വരുന്നുണ്ട്. ഒരു ശകലം വെളിച്ചെണ്ണ ഒരിച്ച് നമ്മുടെ തേങ്ങയെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി ഈ തവയ്ക്കകത്തിൽ നിന്നൊന്നും കൂടെ ഒന്ന് ചൂടായിക്കോളും. ഞാൻ സ്റ്റൗ ഓഫ് ആക്കുവാണ്. അരച്ചുകൊണ്ട് വരാം. അങ്ങനെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് വറുക്കുവാണ്. കടുകെല്ലാം പൊട്ടിട്ടുണ്ട്. കൊച്ചുള്ളിയാണ്, പിന്നെ നാരകത്തിൻ്റെ ഇല, പച്ചമുളക്, 3-4 വെളുത്തുള്ളി. അതോടൊപ്പം തന്നെ കറിവേപ്പില നമുക്ക് വഴറ്റി കൊടുക്കാം. ലേശം ഉപ്പൂടെ. നല്ല ഒരു കറിയാണ് കേട്ടോ. നമ്മൾ ഉള്ളിപ്പുളി വെക്കത്തില്ല, ഉള്ളിത്തീയൽ വെക്കത്തില്ല, ഉള്ളി സാമ്പാർ വെക്കത്തില്ല. നമുക്ക് ഇന്ന് അതുപോലെ ഒരു തീയൽ നല്ലതാണ്. തേങ്ങ വറുത്തരച്ച് ചെയ്യാൻ നമ്മുടെ വലിയ ഉള്ളി ഇട്ട് പൊടിയായിട്ട് നാരകത്തിലിട്ട് മുളക് തേങ്ങ വറുത്തരയ്ക്കാതെ അത് നല്ലതാണ്. നല്ല ടേസ്റ്റാണ്, നല്ല തീയലാണ്, നല്ല മണവുമാണ്. നമ്മുടെ ഉള്ളിയെല്ലാം നല്ലതായിട്ട് വഴണ്ടിട്ടുണ്ട്. അരച്ചരപ്പിങ് കൊണ്ടിടുവാണ്. വെള്ളം തൊടാതെ അരച്ച. ജാറ് കഴിയ വെള്ളം. ലേശം ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, വെട്ടി തിളച്ച് നമ്മുടെ തീയൽ റെഡിയായിട്ടുണ്ട്. ഇച്ചിരി ലൂസായിട്ടാണ് വെച്ചത്. ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഉപ്പ് ഇട്ടിട്ടുണ്ട്. നല്ലതാണ് കേട്ടോ, നല്ല തീയലാണ്. എല്ലാവരും വെച്ച് നോക്കാം. എല്ലാവരും വെക്കുന്ന നമുക്ക് നമുക്കൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കൈ കിട്ടുന്ന എടുത്തിട്ടും കറി വെക്കത്തില്ലേ. അപ്പോൾ ഇതുപോലെ നല്ലൊരു ടേസ്റ്റായത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. സ്റ്റൗ ഓഫ് ആക്കാൻ പോവാണേ.